മലപ്പുറം ചേളാരിയിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG പ്ലാന്റിന് സമീപമുള്ള ജനങ്ങൾ ചാല ദുരന്തത്തിന് ശേഷം അസ്വസ്ഥരാണ്. കാരണം 1-2 ടാങ്കർ ബുള്ളറ്റുകളല്ല, 100 കണക്കിന് ബുള്ളറ്റുകളും 1000 ഗ്യാസ് കുറ്റികളും നിറച്ച വണ്ടികൾ കമ്പനിക്കകത്തും പുറത്തും യഥേഷ്ടം നിർത്തിയിട്ടിരിക്കുന്നു. അതും യാതൊരു സുരക്ഷയും ഉറപ്പുവരുത്താതെ. വഴിയെ പോകുന്ന ആരെങ്കിലും അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളിയോ സിഗരറ്റ് കുട്ടിയോ മതി. ബാക്കി അവർ പറയും. അതുകൊണ്ട് ഭയങ്കര മോളെ, നമുക്ക് വിഷമം തന്നെയാണ്. ഞാനൊക്കെ പ്രായമായി പോയിക്കൊണ്ടതല്ല, ചെറിയ കുഞ്ഞുങ്ങൾ എത്തരണം, എന്റെ സംഭവിച്ച എത്തരണം പണി ചെയ്യും. ചാല ദുരന്തം നേരിൽ പോയി കണ്ട മമ്മദിന് ഉറങ്ങാനാവുന്നില്ല. പ്ലാന്റിന്റെ അടുത്തുനിന്ന് ഒന്നാമത്തെ വീടാണിത്. അപ്പൊ ആദ്യം ജഡ എടുക്കല് ഞങ്ങളെ വീട്ടുകാരുടെ ജഡായിരിക്കും. കണ്ണൂരിൽ ഒരു ടാങ്കർ പൊട്ടി വെച്ചപ്പോൾ 25 ആൾ മരിച്ചില്ലെങ്കിൽ ഇവിടെ 25 ആണെങ്കിലും ആ സ്പോട്ടിൽ മരിക്കാൻ സാധ്യതയുണ്ട്. ഗ്യാസ് പ്ലാന്റിൽ നിന്നും പലപ്പോഴും അപകടങ്ങൾ തലനാരിഴക്ക് വഴിമാറിപ്പോയിട്ടുള്ളതായും നാട്ടുകാർ പറയുന്നു. എന്തെങ്കിലും അപകടം നടന്നാൽ ഒരു ഫയർ സ്റ്റേഷൻ പോലും ചേളാരിയിലില്ല. ഇവിടെ പല പ്രാവശ്യം തീപിടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു ഫയർ പോസ്റ്റ് പോലും ഇവര് നമുക്ക് കിട്ടണില്ല. ഇത് നാട്ടുകാർ വന്നിട്ട് വെള്ളം കൊടു കയറ്റിയിട്ട് ഞങ്ങൾ ചുറ്റുപാടുള്ള ആളുകളാണ് ഈ തീ കെടുത്തത്. ഇതിനിടെ ആരുമറിയാതെ IOC വാതക സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിവെച്ചു. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായപ്പോഴാണ് പോലീസ് മുഖേന പഞ്ചായത്ത് അധികൃതർ അനധികൃത നിർമ്മാണം നിർത്തിവെക്കാൻ നോട്ടീസ് നൽകുന്നതും. വണ്ടി നിറയെ റോഡുമിൽ വണ്ടി, ഈ വണ്ടികളൊക്കെ നിർത്തിയിട്ട് പോയിട്ട് ആരാത് നോക്കണി? ഏതെങ്കിലും ഒരു വിധാനം വന്ന് ഈ വാള് വായിച്ച് തീപിടുത്തുണ്ടായി ആരാ തീരാ? ഞങ്ങളെല്ലാം ആദ്യം തീരാ, വേക്കിൽ നിങ്ങൾ തീരും. ചാല ദുരന്തത്തെ വാക്കുകൾ കൊണ്ടോ നഷ്ടപരിഹാരം കൊണ്ടോ ആശ്വസിപ്പിക്കാനോ ന്യായീകരിക്കാനോ IOC മുന്നോട്ട് വരുന്നില്ല. അനുവദിച്ചിലധികം നേടിയ ചേളാരിയിലെ IOC നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ മറ്റൊരു വൻ ദുരന്തത്തിനു കൂടി നമ്മൾ സാക്ഷിയാകേണ്ടി വരും. ഫൗസിയ മുസ്തഫ, മലപ്പുറം, ഇന്ത്യ വിഷൻ.